സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിച്ചതിനെതിരെ ദേശീയ അധ്യാപക പരിഷത്ത് പകരം ദിവസവേതനക്കാരെ നിയമിച്ച അധ്യാപക ക്ഷാമം പരിഹരിക്കണമെന്നാണ് ആവശ്യം. സ്കൂൾ സമയത്തിന് ശേഷം അധ്യാപകർ സെൻസസ് ഡ്യൂട്ടി നടത്തണമെന്ന സർക്കാർ നിലപാട് അംഗീകരിക്കില്ല എന്നും NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് വ്യക്തമാക്കി. ശാലിനി ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ശാലിനി, കഷ്ടമാണ് കേട്ടോ ഈ അധ്യാപകരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം ഇത്തരത്തിൽ സെൻസസ് ഡ്യൂട്ടിക്ക് ഇറക്കി വിടുക എന്തൊരു നയമാണ്, മനസാക്ഷിയാത്ത നയമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് NTU. എങ്ങനെയാകും പ്രതിഷേധിക്കാൻ ഒരുങ്ങുക? ഒപ്പം ഈ അധ്യാപകരുടെ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? അശ്വതി ഗൗതം, സംസ്ഥാനത്ത് ഈ പ്രഥമ അധ്യാപകർ അല്ലെങ്കിൽ പ്രധാന അധ്യാപകരൊക്കെ ഇല്ലാതെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി പല വിദ്യാലയങ്ങളും പൊതുവിദ്യാലയങ്ങളും നേരിടുകയാണ്. അതായത് പ്രധാന അധ്യാപകർ ചുമതലയെടുത്ത് നടത്തേണ്ട പല കാര്യങ്ങളും പല നടത്തിപ്പ് കാര്യങ്ങൾക്കുമൊക്കെ ഈ മറ്റ് അധ്യാപകർ ഓടി നടക്കേണ്ട സാഹചര്യമാണ്. ആ പ്രതിസന്ധി ഒരു ഭാഗത്ത് നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സെൻസസ് ഡ്യൂട്ടി കൂടി ഈ അധ്യാപകർ ചെയ്യണമെന്നൊരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതായത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന സമയത്ത് ഇത്തരത്തിൽ വീടുകൾ കയറി ഇറങ്ങിയുള്ള സെൻസസ് ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളതാണ് അധ്യാപകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഈ നിർദ്ദേശത്തിനെതിരെയാണ് ഇപ്പോൾ അധ്യാപക സംഘടനകളും അധ്യാപകരും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അതിനുശേഷം വീട്ടിലേക്ക് വന്ന് അവരുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സമയത്ത് വീടുകൾ തോറും കയറി ഇറങ്ങി ജോലി ചെയ്യേണ്ട സാഹചര്യം പല സ്കൂളുകളിലും പൊതുവിദ്യാലയങ്ങളിലും അധ്യാപകരുടെ ക്ഷാമം നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് മുഴുവൻ അധ്യാപകരും, ചില വിദ്യാലയങ്ങളിലെ മുഴുവൻ അധ്യാപകർക്കും ഇത്തരത്തിൽ സെൻസസ് ഡ്യൂട്ടി നൽകിയിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ വിമർശനവും പ്രതിഷേധവും ഒക്കെ ശക്തമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പരാതി ദേശീയ അധ്യാപക പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ അറിയിച്ചിട്ടുണ്ട്. രേഖാമൂലം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെ ഇത് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നടപ്പിലാക്കേണ്ട കാര്യമാണ്. ആ ഒരു വലിയ ഉത്തരവാദിത്തം ആൾക്ഷാമം കാരണം വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ കൂടിയാണ് ആ അധ്യാപകരെ ഇരട്ടിപ്പണി ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അധികമായി ജോലി ചെയ്യിപ്പിക്കാനുള്ള ഈ ഒരു നടപടി എന്നുള്ളതാണ് ഇപ്പോൾ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. അശ്വതി ഗൗതം, സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. ശാലിനിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.